തെരഞ്ഞെടുപ്പ് വാർത്തകൾ ആദ്യം തലക്കെട്ടുകൾ. തൃശൂരിലും വടകരയിലും ആലപ്പുഴയിലും ഉണ്ടായ സർപ്രൈസിന്റെ ആവേശം ചോരാതെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങിയിരിക്കുന്നു. കെ മുരളീധരനും കെ സി വേണുഗോപാലിനും വൻ സ്വീകരണമാണ് പ്രവർത്തകർ നൽകിയത്. വൈകിട്ടോടെ ഷാഫി പറമ്പലിന് വലിയ സ്വീകരണം വടകരയിൽ ഒരുക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ സമാപിക്കുന്നതോടെ LDF രണ്ടാം ഘട്ട പ്രചാരണത്തിലേക്ക് കടക്കുകയാണ്. പ്രചാരണം കൊഴുപ്പിച്ച NDA സ്ഥാനാർത്ഥികളും രംഗത്തുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമഗ്ര ചിത്രവുമായി മഹാഭാരത യുദ്ധം ആരംഭിക്കുന്നു. വെൽക്കം ടു ദി ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക്. വെള്ളിയാഴ്ച പാലക്കാട് നഗരത്തിലും ഞായറാഴ്ച പത്തനംതിട്ടയിലും റോഡ് ഷോ നടത്തും. NDA സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഇതാദ്യമായാണ് പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്നത്. NDAയുടെ A+ കാറ്റഗറിയിൽപ്പെടുന്ന മണ്ഡലങ്ങളാണ് പാലക്കാട്ടും പത്തനംതിട്ടയും. ഇക്ബാൽ അറക്കലും R റോഷിപാലും വിശദാംശങ്ങളുമായി. ആദ്യം ഇക്ബാൽ അറക്കൽ, വളരെ പ്രധാനപ്പെട്ടതാണ്, പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിലേക്ക് വരുന്നു എന്നുള്ളത്. ഒരു പാൻ ഇന്ത്യൻ പാർട്ടിയാകുന്നതിന് വേണ്ടി ദക്ഷിണേന്ത്യയിലേക്ക് കൂടി ശ്രദ്ധ കൂടുതലായി പതിപ്പിക്കുകയാണ് BJP എന്ന് വേണം കരുതാൻ. എപ്പോഴാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം? കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം സന്ദർശന സമയത്ത് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു കേരളത്തിൽ 2 അക്കം കടക്കും BJPയുടെ സീറ്റ് നില എന്നൊരു കാര്യം. അത് ഉറപ്പിക്കാൻ വേണ്ടിയാണ് പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിലേക്ക് എത്തുന്നത്. പാലക്കാടാണ് ഈ മാസം 15-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത്. മാർച്ച് 15-ന് വൈകിട്ട് 5 മണിയോടുകൂടി പാലക്കാട് നഗരത്തിൽ വെച്ച് പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തും എന്നാണ് ഇപ്പോൾ നിലവിൽ വരുന്ന വിവരം. ഇത് സംബന്ധിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസ് കേരളത്തിലുള്ള BJP നേതാക്കൾക്ക് വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. പാലക്കാട് BJPയെ സംബന്ധിച്ചിടത്തോളം NDA സംബന്ധിച്ചിടത്തോളം അവരുടെ A+ കാറ്റഗറിയിൽ വരുന്ന ഒരു മണ്ഡലമാണ്. അവർ ഏറെ പ്രതീക്ഷ വെക്കുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട്. അത് പിടിച്ചെടുക്കാൻ വേണ്ടി BJP സർവ്വസന്നാഹവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, മറ്റു മുന്നണികൾ പ്രചരണം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അവർ അവരുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് അവർ ഉദ്ഘാടനം ചെയ്തിരുന്നു. പ്രചരണമെല്ലാം ആരംഭിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം NDAയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ അവരുടെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിട്ടുള്ള BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ വലിയ രീതിയിൽ ക്യാമ്പയിനുകളും ആരംഭിച്ചിരുന്നു. BJPയുടെ നേതാക്കൾക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു ഈ ഒരു A+ കാറ്റഗറി മണ്ഡലം ആയതുകൊണ്ട് തന്നെ പാലക്കാട്ടേക്ക് നരേന്ദ്രമോദിയെ എത്തിച്ചതിനെ അവരുടെ ക്യാമ്പയിൻ കൊഴുപ്പിക്കണമെന്ന്. ആ മോഹമാണ് ഇപ്പോൾ ഏതായാലും സഫലീകരിച്ചിട്ടുള്ളത്. പാലക്കാടും അതുപോലെ തന്നെ മലമ്പുഴയിലും നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ 2ാം സ്ഥാനത്തായിരുന്നു BJP. മാത്രമല്ല ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലും ഒറ്റപ്പാലത്തുമെല്ലാം BJP ആണ് മുഖ്യ പ്രതിപക്ഷം. അതുകൊണ്ട് തന്നെ ഏറെ സ്വാധീനം മണ്ഡലത്തിൽ BJPക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദി കൂടി എത്തുന്നതോടെ പാലക്കാട് മണ്ഡലത്തിൽ BJPയുടെ സ്വാധീനം വർദ്ധിപ്പിച്ച് കൂടുതൽ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുമെന്നാണ് BJP നേതാക്കളുടെയും അതുപോലെ തന്നെ പ്രവർത്തകരുടെയും ഒരു വിലയിരുത്തൽ. ഏതായാലും ഈ വരുന്ന വെള്ളിയാഴ്ച മാർച്ച് 15-ന് വൈകിട്ട് 5 മണിയോടുകൂടിയായിരിക്കും പ്രധാനമന്ത്രി പാലക്കാട് നഗരത്തിൽ ഒരു റോഡ് ഷോ നടത്തുക. വിശദാംശങ്ങൾ നൽകിയത് R റോഷിപാൽ കൂടി നമ്മോടൊപ്പം ചേരുന്നു. റോഷിപാൽ, നമുക്കറിയാവുന്നതുപോലെ തിരുവനന്തപുരം, ആറ്റിങ്ങൽ, തൃശൂർ, പാലക്കാട് തുടങ്ങിയ A+ മണ്ഡലം എന്ന് BJP വിശേഷിപ്പിക്കുന്ന മണ്ഡലങ്ങൾ വേണ്ടിയിട്ടാണ് പ്രധാനമായും പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും BJPയെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാനുമുണ്ട്. എങ്ങനെയാണ് BJP കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? നികേഷ്, ഒന്ന്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് 15-ന് മുമ്പ് പ്രഖ്യാപിക്കുമെന്ന കണക്കുകൂട്ടലാണ് BJP നേതൃത്വം. അങ്ങനെയെങ്കിൽ 15-ന് ദക്ഷിണേന്ത്യയിൽ രാജ്യത്തെ BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഔദ്യോഗികമായി തുടക്കമാവുക അത് പാലക്കാട്ടാക്കും. അങ്ങനെയുള്ള ഒരു ആസൂത്രമാണ് BJP ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഇത്തവണയും BJP ദേശീയ തലത്തിൽ പ്രചാരണത്തിൽ മുന്നിൽ നയിക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2 മാസത്തിനിടയിൽ ഇത് 4ാം വട്ടമാണ് കേരളത്തിലേക്ക് നരേന്ദ്രമോദി എത്തുന്നത് എന്നത് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ഒന്ന്, സംസ്ഥാനത്ത് കോൺഗ്രസും CPIഎമ്മും പരസ്പരം ഉന്നയിക്കുന്ന ആരോപണം ഇരു പാർട്ടികൾക്കും BJPയുമായി ബാന്ധവുമുണ്ട്, രഹസ്യ ബന്ധമുണ്ട്. ആ തരത്തിലുള്ള BJPയെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് സ്ഥാനാർത്ഥി നിർണയം അടക്കം നടത്തിയിരിക്കുന്നത് എന്ന ആക്ഷേപം അത് CPIഎം ഉയർത്തുന്നു, ഒപ്പം കോൺഗ്രസും ഉയർത്തുന്നു. അങ്ങനെയൊക്കെ ആരോപണം ഉയർന്ന് രാഷ്ട്രീയം വലിയ രീതിയിൽ കലങ്ങിമറയുന്ന ഘട്ടത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളം കേന്ദ്രീകരിച്ച് ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച് പ്രചാരണം കൂടുതൽ വിപുലീകരിക്കുന്നത്, ശക്തിപ്പെടുത്തുന്നത്. A+ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് ആദ്യഘട്ട പ്രചാരണം. ഒന്ന്, നമുക്കറിയാം, തൃശൂരിൽ ആദ്യം എത്തുന്നു, പിന്നീട് പിന്നാലെ ഗുരുവായൂരിലെത്തി,
എറണാകുളത്ത് റോഡ് ഷോ നടത്തുന്നു. ഒടുവിൽ തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി എത്തുന്നു, പാലക്കാട്ടേക്ക് എത്തുന്നു. ബി.ജെ.പിയുടെ പ്രധാന പ്രതീക്ഷയുള്ള കേന്ദ്രങ്ങളിൽ പത്തനംതിട്ടയിൽ അനിൽ ആന്റണിക്ക് വേണ്ടി വോട്ട് തേടാനും പ്രധാനമന്ത്രി ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം എത്തുന്നു. ഏതായാലും പാലക്കാട് റാലിയിൽ പങ്കെടുത്ത് അവിടെ റോഡ് ഷോ നടത്തിയതിനു ശേഷം തമിഴ്നാട്ടിലേക്ക് പ്രധാനമന്ത്രി പ്രചാരണത്തിന് പോകും. തൊട്ടടുത്ത ദിവസമാണ് 17-ാം തീയതി പത്തനംതിട്ടയിൽ എത്തുന്നത്. ബി.ജെ.പിക്ക് വലിയ പ്രതീക്ഷയുള്ള തെക്കൻ ജില്ലകളിലെ മണ്ഡലങ്ങളിൽ ഒന്നാണ് ഈ പത്തനംതിട്ട മണ്ഡലം. അവിടേക്ക് എത്തുന്നു. ഏതായാലും ഈ തവണ സംസ്ഥാനത്ത് ബി.ജെ.പി അക്കൗണ്ട് തുറക്കുമെന്ന പ്രതീക്ഷയാണ്. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ദേശീയ നേതൃത്വത്തിന്റെ മേൽനോട്ടത്തിൽ തന്നെ നടക്കുന്നത് എന്നതാണ് പ്രത്യേകത. ഏതായാലും മോദിയുടെ സന്ദർശനത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. അതിനപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഈ പറഞ്ഞ ദിവസത്തിനുള്ളിൽ നടക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ദക്ഷിണേന്ത്യയിൽ അല്ലെങ്കിൽ രാജ്യത്തെ ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഔദ്യോഗിക ാണ് വിശദാംശങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരിക്കൽ കൂടി കേരളത്തിലേക്ക് എത്തുന്നു. ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നേരിട്ട് എത്തുന്നതിന് വേണ്ടി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യത്തേത്, 2 മാസത്തിനിടെ 4ാമത്തേത്. ബി.ജെ.പി കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഇന്ന് ചേരുകയാണ്. 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കാണ് യോഗം. 100 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പേരുകൾക്ക് അന്തിമ രൂപം നൽകുമെന്നാണ് വിവരം. കേരളത്തിലെ 4 മണ്ഡലങ്ങൾ സംബന്ധിച്ച ചർച്ചകളും നടക്കും. പൊട്ടിത്തെറികൾ ഒഴിവാക്കാൻ കടുത്ത ജാഗ്രതയിലാണ് ദേശീയ നേതൃത്വം. സ്ഥാനാർത്ഥികളാക്കാൻ ഉദ്ദേശിക്കുന്നവരുടെ പശ്ചാത്തലം, ക്രിമിനൽ കേസുകളടക്കം പരിശോധിക്കണമെന്ന് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കും. വടകര ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ പോകുന്ന ഷാഫി പറമ്പിലിന് പാലക്കാടിന്റെ വൈകാരിക യാത്രയയപ്പ്. പൊട്ടിക്കരഞ്ഞും മുദ്രാവാക്യം വിളിച്ചുമാണ് പാലക്കാട്ടെ കോൺഗ്രസ് പ്രവർത്തകർ ഷാഫിയെ യാത്രയാക്കിയത്. പാലക്കാട് തന്റെ തറവാടാണെന്നും ഹൃദയബന്ധമാണ് തനിക്കുള്ളതെന്നും ഷാഫി പറമ്പിൽ വ്യക്തമാക്കി. ഇന്ന് രാവിലെ 10ഓടെ ഷാഫി പറമ്പിൽ വടകരയിലേക്ക് തിരിക്കുമെന്ന സന്ദേശം ഇന്നലെ രാത്രിയാണ് കോൺഗ്രസ് നേതാക്കൾ പുറത്തുവിട്ടത്. അതിരാവിലെ മുതൽ ഷാഫിയെ കാണാനും യാത്ര പറയാനും 100 കണക്കിന് പാലക്കാട്ടുകാരാണ് ഷാഫിയുടെ MLA ഓഫീസിന് മുന്നിലെത്തിയത്. ഷാഫിയെ കണ്ടതും പലരും പൊട്ടിക്കരഞ്ഞു. ചിലർ വടകരയിൽ വിജയിക്കുമെന്ന് അനുഗ്രഹിച്ചു. വോട്ട് വിജയിച്ചു വരട്ടെ, സന്തോഷമാക്കി. പാർട്ടിക്ക് വേണ്ടി കേരളത്തിൽ എവിടെ മത്സരിച്ചാലും പാലക്കാടുമായുള്ളത് അറുത്തുമാറ്റാനാകാത്ത ഹൃദയബന്ധമാണെന്ന് ഷാഫി പറഞ്ഞു. തന്റെ അഭാവം കൊണ്ട് പാലക്കാട് ഒരിക്കലും ബി.ജെ.പിയുടെ കൈകളിലേക്ക് എത്തില്ലെന്നും പ്രചരണത്തിന് താൻ തന്നെ മുന്നിൽ നിന്ന് നയിക്കുമെന്നും ഷാഫി പാലക്കാട്ടുകാർക്ക് ഉറപ്പു നൽകി. ഞാൻ അങ്ങനെ പാലക്കാടുമായിട്ടുള്ള എൻ്റെ ബന്ധങ്ങൾ അറുത്തു മുറിച്ചിട്ടല്ല ഞാൻ പോകുന്നത്. പദവിയായിട്ട് ബന്ധപ്പെട്ടൊരു സ്നേഹമല്ല ഇപ്പോൾ അവർ തന്നുകൊണ്ടിരിക്കുന്നതും ഇപ്പോൾ അവർ കാണിക്കുന്നതും. അപ്പോൾ ആ സ്നേഹം സ്വീകരിക്കാൻ എപ്പോൾ വേണമെങ്കിലും എനിക്ക് ഇങ്ങോട്ട് വരാം. അവരുടെ ഏത് ആവശ്യങ്ങൾക്കും ഞാൻ ഇനിയും ഉണ്ടാവും. വടകരക്കാർക്ക് ലഭിച്ച ജാക്ക്പോട്ടാണ് ഷാഫി എന്നാണ് പാലക്കാട്ടുകാരുടെ പ്രതികരണം. ഞങ്ങളെ സംബന്ധിച്ചോളം ഷാഫിക്ക ഒരു സഹോദരനാണ്. 13 വർഷമായിട്ട് നമ്മുടെ കുടുംബത്തിൽ ഒരു അംഗമാണ് അയാൾ. അവർക്ക് കിട്ടിയത് ജാക്ക്പോട്ടാണ്. ഞങ്ങൾ ഇത്രയ്ക്കും വിഷമിച്ച് അയക്കാൻ കാരണം അവിടെ 100% വിജയം കൈവരിച്ചു എന്നൊരു വിശ്വാസം ഞങ്ങൾക്ക് വന്നതുകൊണ്ട് മാത്രമാണ്. CPM കോട്ട പൊളിച്ച 2011 ഷാഫി പിടിച്ചെടുത്ത പാലക്കാട് മണ്ഡലം മെട്രോമാൻ ഇ ശ്രീധരൻ മത്സരിച്ചിട്ട് പോലും UDF-നെ കൈവിട്ടിട്ടില്ല. പാലക്കാട്ടുകാരെ പോലെ വടകരയിലെ വോട്ടർമാരും ഷാഫിയെ വിജയിപ്പിക്കുമെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. റിപ്പോർട്ടർ, പാലക്കാട്. വടകരയിലെ സ്ഥാനാർത്ഥി മാറ്റത്തിൽ അതൃപ്തിയുണ്ടായിരുന്ന മുസ്ലിം ലീഗിനെ അനുനയിപ്പിച്ച് കോൺഗ്രസ്. വ്യക്തികൾ തമ്മിലല്ല മത്സരമെന്നും രാജ്യം നേരിടുന്ന ഫാസിസ്റ്റ് വെല്ലുവിളികൾക്ക് നേരെയുള്ള വിധിയെഴുത്താവും വടകരയിലേതെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുള്ള പറഞ്ഞു. 30% മുസ്ലിം ന്യൂനപക്ഷ വോട്ടുള്ള വടകരയിൽ ഷാഫി പറമ്പലിന് അനുകൂല വിധിയെഴുത്തുണ്ടാകുമെന്നാണ് UDF പ്രതീക്ഷ. ഷാഫി പറമ്പിലിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ നേരത്തെ വടകരയിലെ ലീഗ് പ്രാദേശിക നേതൃത്വത്തിന് ആശങ്കയുണ്ടായിരുന്നു. കെ മുരളീധരന്റെ വ്യക്തിപ്രഭാവവും മണ്ഡലത്തിലെ പരിചയവും ഷാഫിക്ക് ഉണ്ടാവില്ല എന്നായിരുന്നു ആശങ്ക പരസ്യമാക്കിയിരുന്നെങ്കിലും പിന്നീട് കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിച്ചു. ഇത് വ്യക്തികൾ തമ്മിലുള്ള മത്സരമല്ലല്ലോ. LDF, UDF, BJP ഈ മത്സരത്തിൽ വ്യക്തികൾക്ക് അല്ല പ്രാധാന്യം, നമ്മളെ ആശയത്തിനാണ്. എന്താണോ ഇപ്പോൾ UDF ജനങ്ങളോട് പറയുന്നത് അതാണല്ലോ ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയം. ഏതെങ്കിലും തരത്തിലുള്ള ഭയം കൊണ്ടല്ല കെ മുരളീധരൻ വടകര വിട്ടതെന്നും തൃശൂരിൽ BJPയുമായി നേരിട്ട് ഏറ്റുമുട്ടാനാണ് പോയത് എന്നുമാണ് നിലവിൽ ലീഗിനെ കോൺഗ്രസ് ധരിപ്പിച്ചിരിക്കുന്നത്. മുരളിക്ക് ഇവിടെ യാതൊരു ഭയം ഉണ്ടായതുകൊണ്ടല്ല. കേരളത്തിൽ BJPക്കെതിരെ മത്സരിക്കാൻ, ഫാസിസത്തെ തടഞ്ഞു നിർത്താൻ അത് കെ മുരളീധരൻ എന്ന കോൺഗ്രസിൻ്റെ ലീഡർക്കാണ് സാധിക്കുക എന്നുള്ളതാണ്
മുരളി അവിടെ പോയതിൻ്റെ കാരണം. 30% മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളുള്ള വടകരയിൽ 4 നിയമസഭാ മണ്ഡലങ്ങളിലും ന്യൂനപക്ഷ വിഭാഗത്തിന് വ്യക്തമായ സാന്നിധ്യമുണ്ട്. ഇത് ഷാഫിക്ക് അനുകൂലമാകുമെന്നാണ് വിലയിരുത്തൽ. കൂടാതെ കോൺഗ്രസ് പട്ടികയിലെ മുസ്ലിം ന്യൂനപക്ഷത്തിൽ നിന്നുള്ള ഏക സ്ഥാനാർത്ഥി കൂടിയാണ് ഷാഫി പറമ്പിൽ. മണ്ഡലം ഉൾപ്പെടുന്ന തലശ്ശേരിയുടെ മരുമകനാണ് എന്നതും ഷാഫിക്ക് അനുകൂലമായി UDF കാണുന്നു. റിപ്പോർട്ടർ, കോഴിക്കോട്. തൃശൂരിലും വടകരയിലും ആലപ്പുഴയിലും ഉണ്ടായ സർപ്രൈസിന്റെ ആവേശം ചോരാതെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങിയിരിക്കുന്നു. ഷമാ മുഹമ്മദിനെ തള്ളി KPCC അധ്യക്ഷൻ K. സുധാകരൻ. സ്ഥാനാർത്ഥി പട്ടികയിൽ വനിതകളെ പരിഗണിച്ചില്ലെന്ന വിമർശനത്തെക്കുറിച്ച് അവരോട് തന്നെ ചോദിച്ചാൽ മതിയെന്നും ഷമാ മുഹമ്മദ് പാർട്ടിയുടെ ആരുമല്ല എന്നും സുധാകരൻ പറഞ്ഞു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വനിതകൾക്ക് പ്രാധാന്യം നൽകാൻ കഴിയാത്തതിൽ വിഷമമുണ്ടെന്നും ഷമാ മുഹമ്മദ് പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. സിറ്റിംഗ് MPമാരൊക്കെ മത്സരിക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ നമുക്ക് കൂടുതൽ ആളുകൾക്ക് കൊടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ അത് ശ്രദ്ധിക്കണമായിരുന്നു എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അത് തെറ്റൊന്നുമില്ല, പറയുന്നതിൽ തെറ്റൊന്നുമില്ല. കൂടുതൽ സ്ത്രീകൾക്ക് സീറ്റ് കൊടുക്കണമായിരുന്നു, കൊടുക്കാൻ പറ്റിയില്ല. പ്രായോഗികമായി സോഷ്യൽ ബാലൻസും എല്ലാം നോക്കി വന്നപ്പോൾ ഞങ്ങളെ കൊണ്ട് അത് സാധിച്ചില്ല. അതിലൊരു കുറ്റബോധം ഞങ്ങൾക്കുണ്ട്. പ്രവർത്തകരോട് ക്ഷുഭിതനായി സംസാരിച്ചതിൽ വിശദീകരണവുമായി തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. എടുക്കേണ്ട പണി പ്രവർത്തകർ എടുക്കാത്തതുകൊണ്ടാണ് അവരെ ശകാരിച്ചത്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട 25 പേരെ വോട്ടർ പട്ടികയിൽ ചേർത്തിരുന്നില്ല എന്നും അവിടെ കൂടിയ ആളുകൾക്കെല്ലാം അറിയാമെന്നുമാണ് സുരേഷ് ഗോപിയുടെ വിശദീകരണം. എൻ്റെ അണികൾ ചെയ്യേണ്ട ജോലി ചെയ്തില്ല. 25 കുട്ടികൾക്ക് വോട്ടവകാശം നേടുന്ന പ്രായമെത്തി, അവരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർത്തില്ല. അത് ഏൽപ്പിച്ചിരിക്കുന്ന ജോലി അമിത്ഷാ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയാണ്. 18 വയസ്സ് തികഞ്ഞവർ ഈ വർഷം വോട്ട് ചെയ്യണം. അവരാർക്കോ വോട്ട് ചെയ്യട്ടെ, പക്ഷെ അവരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർത്ത് അവർക്ക് അവകാശം വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളത് ബൂത്ത് പ്രവർത്തകരുടെ ജോലിയാണ്. അവർ കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ അവരെ സ്നേഹിക്കുക മാത്രമല്ല, തലോടുക മാത്രമല്ല, താക്കീത് ചെയ്യാനും ശാസിക്കാനുമുള്ള അവകാശം എനിക്കുണ്ട്. അത് ഞാൻ ചെയ്തു. ആളുണ്ടായിരുന്നോ ഇല്ലോ എന്നുള്ളത് ഞാൻ വീഡിയോ ഇട്ട് തരാം, അന്നേരം നാണിക്കൂ. കോൺഗ്രസിൽ നിന്ന് ആളുകൾ BJPയിലേക്ക് പോകുന്നതിന്റെ കാരണം കോൺഗ്രസ് തന്നെ പരിശോധിക്കണമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. BJPയുടെ അപകടകരമായ രാഷ്ട്രീയം പറഞ്ഞു മനസ്സിലാക്കാൻ കോൺഗ്രസിന് കഴിയുന്നുണ്ടോ എന്നും, മഴ പെയ്താൽ പോലും അത് LDF സർക്കാരിന്റെ കുറ്റമായി പറയുന്ന കോൺഗ്രസ് BJPക്കെതിരെ ഒരു വിമർശനവും ഉയർത്തുന്നില്ല എന്നും മന്ത്രി പറഞ്ഞു. മതനിരപേക്ഷകർക്ക് മുന്നിൽ ഇടതു പാർട്ടികളുടെ വാതിൽ തുറന്നിട്ടിട്ടുണ്ട് എന്നും മന്ത്രി പറഞ്ഞു. കോൺഗ്രസിൽ നിന്നും ആളുകൾ ഇങ്ങനെ പോകുന്നതിൽ എന്താണ് കാരണമെന്ന് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം പഠിച്ച് അത് തിരുത്താനാണ് അവർ തയ്യാറാവേണ്ടത്. കോൺഗ്രസ് ഞങ്ങളിലേക്ക് വരികയാണെങ്കിൽ നല്ല കാര്യമാണ്, കാരണം ശരിയായ ഒരു പാതയിലേക്കാണ് വരുന്നത്. അപകടകരമായ പാതയിലേക്ക് BJP പോലുള്ള രാഷ്ട്രീയ പാർട്ടിയിലേക്ക് കോൺഗ്രസിൽ നിന്ന് ആളുകൾ ഇങ്ങനെ വല്ലാതെ പോകുമ്പോൾ അതിൻ്റെ കാരണം എന്ത്, അതിൽ നേതൃത്വം വരുത്തേണ്ട തിരുത്തൽ എന്ത്, ഇതൊക്കെ പരിശോധിക്കണ്ടേ. BJP എന്താണെന്നും BJPയുടെ അപകടകരമായ രാഷ്ട്രീയം എന്താണെന്നും കോൺഗ്രസ്സിലെ താഴെത്തട്ട് വരെ പറഞ്ഞു പഠിപ്പിക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് പറ്റുന്നുണ്ടോ? ഇപ്പോൾ സമരാഗ്നി ഉൾപ്പെടെയുള്ള പരിപാടികളിൽ എവിടെയെങ്കിലും BJPക്കെതിരെ പറയുന്നുണ്ടോ? എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഒരു മഴ പെയ്താൽ പോലും LDF സർക്കാരിനെ മോശമാക്കാനാണ് ഇത്തരം പരിപാടികൾ ഉപയോഗിക്കുന്നത്. വളരെ പ്രയാസപ്പെട്ട് കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനം നടത്തുന്ന ഒരുപാട് പേര് മതനിരപേക്ഷ മനസ്സുള്ളവരുണ്ട്. അവർ നിരാശരാണ്. അവരോടൊക്കെ ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾക്ക് വേണ്ടി 2 വാതിലുകൾ ഇവിടെ തുറന്നിട്ടിരിക്കുകയാണ്, എപ്പോൾ വേണമെങ്കിലും വരാം. ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ ഡോക്ടർ അരുൺകുമാറിനൊപ്പം റിപ്പോർട്ടറിന്റെ അശ്വമേധം പര്യടനം തുടരുകയാണ്. ഇന്ന് അശ്വമേധം ആലത്തൂർ മണ്ഡലത്തിലെ വോട്ടർമാർക്കൊപ്പമാണ്. കാണാം അശ്വമേധ കാഴ്ചകൾ ആലത്തൂർ. ഇനി നമുക്ക് ആലത്തൂർ ഒരു സ്ഥലം നമുക്ക് പോകണം. എവിടെയാണെന്നറിയാലോ? ആലത്തൂർ എല്ലാവരും പേര് കേൾക്കുമ്പോൾ ഒരു ബ്രാൻഡ് ആലത്തൂരിൻ്റെതായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. SNR ചിപ്സ്. അതെ, SNR ചിപ്സ്. അവിടുത്തെ ചിപ്സിന്റെ ഒരു കറുമുറ ചിപ്സ് ഉണ്ടല്ലോ, കറുമുറ SNR ചിപ്സ്. ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പോൾ നമ്മൾ തേടിയ കട കണ്ടെത്തി. SNR ചിപ്സ് ആണ്. നമസ്കാരം ചേട്ടാ. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നല്ല മുരിഞ്ഞ ചിപ്സ് ആണ് അല്ലേ? രാവിലെ എത്ര മണിക്ക് തുടങ്ങും? രാവിലെ 9 മണി. രാവിലെ 10:30 സ്റ്റാർട്ട് ചെയ്യും അല്ലേ? രാവിലെ എത്ര മണിക്ക് ഇത് അവസാനിപ്പിക്കും? ഇത് ഓഫ് ചെയ്യുന്ന എപ്പോഴാണ്? ഇത് ഓഫ് ചെയ്യണേ 7 മണി. 7 മണി വരെ കണ്ടിന്യൂസ് ആയിട്ട് വറുത്തോണ്ടിരിക്കും അല്ലേ? ഒരു ദിവസം എത്ര കിലോയുടെ കായ വറക്കും? അങ്ങനെ ഒരു 10-100 കിലോ. 100 കിലോയുടെ കായ വറക്കും. ഈ SNR ചിപ്സിന്റെ പ്രത്യേകത എന്താ? പ്രത്യേകത നല്ല ക്വാളിറ്റിയുള്ള കായ. ക്വാളിറ്റിയുള്ള കായ എടുത്ത് പറയണം. അത് തമിഴ്നാട് മറ്റേ ഇവിടെ നാടൻ, നമ്മുടെ നാടൻ മെയിൻ തൃശ്ശൂര്. ഒരേ സ്ഥലത്ത് നിന്നാണോ എടുക്കുന്നത്? ഒരു പല ഭാഗങ്ങളും ഒരേ സീസണിൽ ഓരോ ഭാഗം.
ചേട്ടൻ എത്ര കാലമായിട്ട് ഇത് വറുത്തുകൊണ്ടിരിക്കുന്നു? 50 വർഷമായി. 50 വർഷമായിട്ട് ഇളകിക്കൊണ്ടിരിക്കുക അല്ലേ? ഈ ചൂടും ഈ തുടങ്ങിയിട്ട് 75 വർഷമായി. തുടങ്ങിയിട്ട് 75 വർഷം. വാപ്പാന്റെ വാപ്പയായിട്ട്. വാപ്പന്റെ വാപ്പയാണ് തുടങ്ങിയത്. 47 47 വാപ്പാന്റെ വാപ്പ തുടങ്ങിയത്. അപ്പൊ 1/2 നൂറ്റാണ്ടായി. അപ്പൊ ചേട്ടൻ ഏറ്റവും കൂടുതൽ അറിഞ്ഞിട്ടുള്ള മണം ഈ മണമായിരിക്കും അല്ലേ? മണം അറിയില്ല, ഒക്കെ പോയില്ലേ? മണമൊക്കെ പോയി അല്ലേ? വരുന്നവർക്ക് മണം ഉണ്ടാവും. വരുന്നവർക്ക് മണം ഉണ്ടാവും. ചേട്ടൻ ഇത് കഴിക്കാറുണ്ടോ? എപ്പോഴെങ്കിലും ഉപ്പ് നോക്കാൻ. അപ്പൊ ഇതിനകത്ത് പ്രധാനമായിട്ട് ചേർക്കുന്ന റെസിപ്പി എന്താ? ഇതിലിപ്പോ നമ്മള് സാധാരണ നല്ല വെളിച്ചെണ്ണ അതിനനുസരിച്ച് തീ, അതിന്റെ ചെറിയ മഞ്ഞളുള്ളൂ. മഞ്ഞൾപ്പൊടി കുറച്ച് കഴുകി വാരിയാണ് വെള്ളത്തിലിട്ട് കഴുകി നമ്മൾ വാർന്നിട്ട് എടുക്കുള്ളൂ. പിന്നെന്താ? ഉപ്പ് ഇതിൽ തെളിച്ചു കൊടുക്കുക. മൊത്തത്തിൽ എങ്ങനെയാ ഈ ചിപ്സ് പോലെ ഇത്തവണ മണ്ഡലം ആരെ വറുത്തെടുക്കും? അത് അതിനെപ്പറ്റി രാഷ്ട്രീയ നമുക്ക് അത്ര കൊടുത്തു നമുക്ക് പറയാനും പറ്റില്ലല്ലോ. പറയാനും പറ്റത്തില്ല. ഏകദേശം എത്ര സമയം കിടന്നാലാണ് ഇത് പൊരിഞ്ഞു വരിക? ഒരു 10 മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ 10 മിനിറ്റ് അല്ലേ? ഒരു പാകമായോ അല്ലോ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ചട്ടത്തിൽ അറിയാം. അതാ അങ്ങനെ കേൾക്കണം അല്ലേ? ഒരു കിളികിലി എന്നൊരു ശബ്ദം കേൾക്കും. ആ ശബ്ദം ഒന്നുകൂടി നമുക്ക് കേൾപ്പിക്കാം. ഇതാണ് ആ ശബ്ദം. ആ ശബ്ദമാണ് മുരിഞ്ഞോന്നറിയാം. നമ്മുടെ കൈക്കറിയും. 50 വർഷമായിട്ട് ഇതേ പ്രവൃത്തി ചെയ്തോണ്ടിരിക്കുക. പേര് ഞാൻ മറന്നുപോയി. അബ്ദുൽ ജബ്ബാർ അതേ കാര്യം ചെയ്തോണ്ടിരിക്കുകയാണ്. ചേട്ടന്മാരൊക്കെ ഉണ്ട്. നിങ്ങൾ 3 പേരും കൂടി ചേർന്നാണോ? 4 പേര് ചേർന്നാണ് നടത്തുന്നത് അല്ലേ? പ്രദേശ്. ഓക്കെ. അപ്പൊ എന്നാ ഒരു 1/2 കിലോ ചിപ്സ് എടുത്തു. അപ്പൊ നമുക്ക് 1/2 കിലോ ചിപ്സ് നമുക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള ചിപ്സ് ഇങ്ങനെ വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ കണ്ട വളരെ പ്രസിദ്ധമായിട്ടുള്ള SNR ചിപ്സ്. അപ്പോൾ രാഷ്ട്രീയം നമ്മുടെ ഈ ചിപ്സ് പോലെയാണ്. ഇത്തവണ എന്തായാലും തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ഈ ചൂടത്ത് നല്ല വറുത്ത് കോരിയായിരിക്കും പുറത്തു വരുന്നത്. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയവും അങ്ങനെയാണ്. തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആലത്തൂരിൻ്റെയും രാഷ്ട്രീയം. അപ്പോൾ ആലത്തൂരിൻ്റെ മനസ്സിൽ എന്താണ് എന്നുള്ളത് ഇനിയും അവർ പൂർണ്ണമായിട്ടും വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, കഴിഞ്ഞ തവണത്തെ അതേ ഈസി വാക്ക് ഓവർ ആയിരിക്കില്ല. പാട്ടും പാടി ജയിക്കാനുള്ള സാധ്യത കുറവാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പവാർ കുടുംബാംഗങ്ങൾ നേർക്കുനേരെ പോരാട്ടം നടത്തുന്ന മണ്ഡലമാണ് ബാരാമതി. ക്ഷേത്ര ദർശനത്തിനിടെ അജിത് പവാറിന്റെ ഭാര്യ സുനേത്രയെ ആശ്ലേഷിക്കുന്ന സുപ്രിയ സുലെയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിലാണ് പ്രചരിക്കുന്നത്. പവാർ കുടുംബത്തിന്റെ തട്ടകമായ ബാരാമതിയിൽ ഇരുവരും പരസ്പരം പോരാട്ടത്തിനൊരുങ്ങുമ്പോഴാണ് അപ്രതീക്ഷിത കൂടിക്കാഴ്ച. ശിവരാത്രിയോടനുബന്ധിച്ച് ക്ഷേത്ര ദർശനം നടത്തവെയാണ് ഇരുവരും കണ്ടുമുട്ടിയത്. ക്ഷേമം അന്വേഷിച്ചും ആശംസകൾ നേർന്നും ഇരുവരും പിരിഞ്ഞു. സുപ്രിയയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരുന്നവരിൽ ഒരാളായിരുന്നു സുനേത്ര. പോരാട്ടത്തിന്റെ പിരിമുറുക്കത്തിനിടെ നടന്ന സ്നേഹപ്രകടനത്തിന്റെ വീഡിയോ